ഹലോ ഗൈസ്, എല്ലാവർക്കും ബിയലോ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ സൗണ്ട് കുറച്ച് കുറവായിരിക്കും, കാരണം വായിലൊരു ടീത്ത് എടുത്തിട്ട് ചെറിയൊരു സർജറി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സംസാരിക്കാൻ ഉറക്കെ പറ്റില്ല. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ബിറ്റർ സ്വീറ്റ് ലവ് എപ്പിസോഡ് 4 ആണ് നമ്മൾ കാണാൻ പോകുന്നത്. 3 വളരെ റൊമാൻറ്റിക്കായിട്ട് അവസാനിച്ചൊരു എപ്പിസോഡാണ്. നമ്മുടെ ലുഫാൻ ബെയിലുവിൻ്റെ കൂടെ താമസം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സിയാങ് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് പുറത്തേക്ക് പോകേണ്ടി വരുമ്പോൾ നമ്മുടെ ബെയിലു പറയാണ്, "ഉഷോ, എനിക്ക് കഷ്ടമായിപ്പോയി, ഇന്ന് രാത്രി നിൻ്റെ കൂടെ എനിക്ക് സൂപ്പ് കഴിക്കാൻ പറ്റില്ലല്ലോ" എന്നൊക്കെ ചോദിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആവാണ്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ സിയാങ് അവിടെ ഇരിക്കുന്നുണ്ട്. സിയാങ് ആണെങ്കിൽ ഭയങ്കര ടീസ് ചെയ്യുന്ന പോലെ അവനെ അവിടെ കുറേ കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോവാണ്. അങ്ങനെ സിയാങ്ങും പിന്നെ അവരുടെ ആ തേർഡ് ഫ്രണ്ടും ഒക്കെ കൂടി ഇരിക്കുമ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് പെട്ടെന്ന് ലുഫാനോട് ബെയിലു വിളിച്ച് പറയാണ് കൊണ്ടുവരുമ്പോൾ സൂപ്പും കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ആ സൂപ്പ് കൊണ്ടു വന്നപ്പോൾ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്യാൻ പറയുകയാണ്. അങ്ങനെ ആ സൂപ്പ് ഷെയർ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ തേർഡ് ഫ്രണ്ട് ചോദിക്കും, "നീ എന്ത് നിലയ്ക്ക് ഈ ഡോക്യുമെൻറ്റ്സ് വീട്ടിൽ വെച്ച് പോകുന്നത്? അവനെങ്ങാനും അത് നോക്കിയിരുന്നെങ്കിലോ?" ചോദിക്കുമ്പോൾ അവൻ കാണിച്ചു കൊടുക്കും ബെയിലു. അവൻ എത്ര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് ആ സീല് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ലുഫാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിയാങ് പറയാണ്, "നീ വിചാരിക്കുന്ന പോലെ ഒരു പയ്യനൊന്നല്ല ലുഫാൻ, അവനറിയാം എങ്ങനെയാണ് നിൽക്കേണ്ടത് എന്നുള്ളതെന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ലൂവൻസി എന്നാണ് പേര്, അവന് ഒട്ടും ഇഷ്ടമാവുന്നില്ല കേട്ടോ അവനെ. അവങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ലുഫാൻ ഒരു പേപ്പർ എടുത്ത് വായിക്കുമ്പോൾ അവർ കുറേ ടീസ് ചെയ്യുന്നുണ്ട്. "നീ ഈ പേപ്പർ വായിക്കുന്നത് എന്തിനാണ്? നിനക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പോലും ഒന്നും അറിയില്ലല്ലോ" എന്ന് പറയുന്നുണ്ട്. പക്ഷെ സിയാങ് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ ലുഫാന്. സിയാങ് പറയുന്നുണ്ട്, "പിന്നെന്താ, UN സെക്രട്ടറി ജനറലിന് മാത്രമേ ന്യൂസ് പേപ്പർ വായിക്കാൻ പാടുള്ളൂ? ഇത് വായിക്കുന്നവർ മുഴുവൻ അങ്ങനെയുള്ളവരാണോ? അവനത് വായിച്ചോട്ടെ, നിനക്ക് എന്താണെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബെയിലു പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ബെയിലുവിൻ്റെ മുഖത്ത് ദേഷ്യമുണ്ട് ഫ്രണ്ട്സിനോട്. സിയാങ് നന്നായി സപ്പോർട്ട് ചെയ്ത് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരുടെ ഡിസ്കഷനിൽ കംപ്ലീറ്റ് റൈസിൻ്റെ വില കൂടുന്ന കാര്യമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റൈസ് മാർക്കറ്റിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വില മൊത്തം കൂടിക്കഴിഞ്ഞാൽ മൊത്തം അഗ്രികൾച്ചർ കമ്മോഡീസിനും വില കൂടുന്നൊക്കെ പറയും. അപ്പോൾ ഇതേ സമയം നമ്മുടെ ലുഫാൻ ഇതെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ലുഫാന് പേടിയാവും. കാരണം അവൻ്റെ അച്ഛനും അമ്മയും വീറ്റാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേഗം അവൻ വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മയോട് പറയും, "അമ്മ, എങ്ങനെ വീറ്റ് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ?" എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പറയും, "ഇല്ല മോനെ, ഇപ്പോൾ കൾട്ടിവേറ്റ് ചെയ്തൊക്കെ എല്ലാം വിറ്റു." അപ്പോൾ ഇവൻ പറയും, "അയ്യോ അമ്മ, വീറ്റിന് പ്രൈസ് കൂടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യരുതായിരുന്നു" എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറയുന്ന സമയത്ത് അവർ ഭയങ്കര പാനിക്കാവും. ഇത് കേട്ടിട്ട് നമ്മുടെ ബെയിലു വരും. ബെയിലു പറയും, "നീ എന്ത് ഇൻഫർമേഷനാണോ ഓരോന്ന് കൊടുക്കുന്നത്? തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കരുത്. മാത്രമല്ല വളരെയധികം വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഇതെല്ലാതും. നീ നാളെ തൊട്ട് തന്നെ അത് നാണം കെടുത്തരുതെന്ന്" പറയും. സംഭവം ലുഫാൻ ചെയ്ത തെറ്റാണ്. അവൻ അവിടെ ഡിസ്കസ് ചെയ്ത് കേട്ട വിവരങ്ങൾ വെച്ചിട്ട് അവൻ വീട്ടിലേക്ക് അത് വിളിച്ചു പറഞ്ഞു എന്നുള്ളത് വലിയൊരു തെറ്റ് തന്നെയാണ്. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും നമ്മുടെ ലുഫാനും ബെയിലും കൂടി വരികയാണ്. അപ്പോൾ ആ ഫ്രണ്ടിന് വലിയ ഇഷ്ടമാവുന്നില്ല. "നിങ്ങളെന്ത് എപ്പോഴും ഒരുമിച്ച് തന്നെയാണോ?" എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയാങ് പറയുന്നുണ്ട്, "ഇത് ഒതുങ്ങ്, നീ എന്തിനിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ" എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോൺ വരികയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ലുഫാൻ്റെ അമ്മയാണ്. അപ്പോൾ വേഗം ലുഫാൻ്റെ ഫോൺ കൊടുക്കും. ലുഫാനോട് വന്നിട്ട് അമ്മ പറയും, "നീ എന്തൊക്കെയാണ് ചെയ്തത്? നീ പറഞ്ഞത് കേട്ടിട്ട് നിൻ്റെ അച്ഛന് പാനിക് അറ്റാക്ക് വന്നു. അതായത് വീറ്റിൻ്റെ പ്രൈസ് കൂടുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അച്ഛൻ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സൈക്കിളെടുത്ത് പോയതാണ്. അപ്പോൾ കാറിടിച്ചിട്ട് അച്ഛൻ വീണു ഹോസ്പിറ്റലിലാന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഇത് ബ്രദർ അറിയുന്നുണ്ട്. അപ്പോൾ ബ്രദർ വേഗം അതിനാവശ്യമായിട്ടുള്ള പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല നല്ല ഹോസ്പിറ്റലിലാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഫ്രണ്ട്സ് സംസാരിക്കുന്നത് അവൻ കേൾക്കാണ്. അപ്പോൾ മറ്റേ ആ തേർഡ് ഫ്രണ്ട് ഉണ്ടല്ലോ, അവന് ഇഷ്ടമാവുന്നില്ല. അവൻ പറയുന്നുണ്ട്, "ബെയിലു ഗേ ആണെന്ന് നമുക്കറിയാം, അതിലെനിക്കൊരു വിഷമമില്ല. പക്ഷേ അവൻ എത്രയോ നല്ല ആൾക്കാരെ ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ കൺട്രിയിൽ ജീവിക്കുന്ന ഒരുത്തനെ മാത്രമേ അവനെ കിട്ടുള്ളൂ" എന്നൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബെയിലു ആണെങ്കിലും ചിന്തിക്കുകയാണ് കുറേ പഴയ കാര്യങ്ങൾ. കാരണം അവൻ കംപ്ലീറ്റ് ഇവനെ എന്താ പറയുക, കംപ്ലീറ്റ് മണി എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുള്ളൊരു തോന്നൽ ബെയിലുവിൻ്റെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ മുഖത്ത് നിന്ന് മനസ്സിലാവും. പിന്നീട് നമ്മൾ കേൾക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെയിലുവിൻ്റെ അമ്മ തിരിച്ചു വന്നിരിക്കുകയാണ് ബിസിനസ്സിൽ. അപ്പോൾ അമ്മ ഒരു ഭയങ്കര പവർഫുൾ ലേഡിയാണ്, നമുക്ക് കണ്ടറിയാം. അവരിരുന്ന ഫുഡ് കഴിക്കുന്നത് കണ്ടറിയാം. അച്ഛൻ പോലും സൈഡാണ്, അമ്മയാണ് അവിടെ മെയിൻ ആൾ. നമ്മുടെ ബെയിലുവിൻ്റെ മുഖത്താണെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, "ഇനി എന്താണ് നിൻ്റെ ഉദ്ദേശം? ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞില്ലേ?" ചോദിക്കുമ്പം അവൻ വേഗം പറയുന്നുണ്ട്, "അമ്മ, ഞാൻ ജോലിക്കുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്." അപ്പോൾ അവരുടെ തന്നെ ബിസിനസ്സുകൾ നോക്കുന്ന കാര്യം. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, "നിനക്ക് പഠിച്ചൂടെ?" ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മയും പറയുന്നുണ്ട്, "എന്താണ് ബെയിലുവിന്, അതായത് മിസ്റ്റർ ബെയിലിക്ക് എന്താണ് പ്രശ്നം? അവൻ ജോലി നോക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അവന് നന്നായിട്ട് ഇൻഡസ്ട്രിയിൽ തെളിയാൻ പറ്റും" എന്നൊക്കെ പറയുകയാണ്. അതായത് അമ്മയാണ് അവിടുത്തെ ഡിസിഷൻ മേക്കർ നമുക്ക് മനസ്സിലാവും.
അത് കഴിയുമ്പോഴത്തേക്കും അച്ഛനൊന്നും മിണ്ടില്ല. അപ്പം അച്ഛൻ ലുഫാനോട് പറയും, നീ എന്തായാലും ഡോമിൽ നിന്ന് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലുസിയൻ ഉണ്ടല്ലോ, പെങ്ങള്, ഇവൻ്റെ ഭാര്യ ലുഫാൻ്റെ, അപ്പോൾ അവൾ പറയും അതിനെന്നോ അവൻ ഡോമ് വിട്ടുമല്ലോ എന്ന് പറയും. അപ്പോഴത്തേക്കും അവരാകെ ഷോക്കാവും. അപ്പം ലുഫാൻ പറയും, ഞാൻ ഡോമിൽ നിന്ന് ബ്രദറിൻ്റെ അടുത്തേക്ക് വന്നു, അപ്പോൾ എനിക്ക് ബ്രദറിൻ്റെ വീട്ടിൽ ക്ലീൻ ചെയ്യാനും ബാക്കി വർക്കിനൊക്കെ സഹായിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അപ്പം അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു സംശയത്തിൽ നോക്കുന്നുണ്ട്. ആക്ച്വലി അവർക്ക് അറിയാം ബേലു ഗേ ആന്നുള്ളത്. അപ്പോൾ ബേലു ആണെങ്കിലും പറയും, ലുഫാനെ കുറേ പേര് ബുള്ളി ചെയ്തു കോളേജിൽ, അതുകൊണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വീട്ടിൽ നിർത്തിയിരിക്കുകയെന്ന് പറയും. അപ്പോഴത്തേക്കും ആ ഡിസിഷൻ അവിടെ നിൽക്കുകയാണ്. പക്ഷെ അമ്മയുടെ മുഖത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഭയങ്കര ഒരു എന്തൊക്കെയോ ചിന്തകളുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലുഫാൻ നൈറ്റിൽ ഫോൺ വിളിക്കുകയാണ് ആരെ, ബേലുവിനെ. എന്നിട്ട് ചോദിക്കുകയാണ്, രാത്രി ഡിന്നറിന് വരുന്നില്ലേ, അതോ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബേലു പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, പിന്നെ നീ എത്രയും പെട്ടെന്ന് തന്നെ ഡോമിലേക്ക് മാറണം എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ പാവം ലുഫാൻ ഡോമിലേക്ക് മാറുകയാണ്. എന്തോ ഭയങ്കര ഒരു വിഷമം നമുക്ക് തോന്നും കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ഫ്രണ്ട് പറയുന്നുണ്ട്, ഇനി ഈ ക്ലാസ് കഴിയുന്ന നേരത്ത് നീ എന്തിനാ വന്നത്, 3 മാസമല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് പറയാണ്. പെട്ടെന്ന് പുറത്തൊരു ഫോണിൽ സൗണ്ട് കേൾക്കുകയാണ്. ആ ബേലുവിൻ്റെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് റൂം തുറക്കുന്നത് സിയാങ്ങ. അപ്പോൾ സിയാങ് പെട്ടെന്ന് റൂം തെറ്റിയെന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും അവൻ അപ്പോഴാണ് മനസ്സിലാക്കുന്ന ലുഫാനാണ് ഉള്ളിലിരിക്കണേന്ന്. പറയും, നീ എന്താ ഇവിടെ ചോദിക്കുമ്പോൾ അവൻ പറയും, ബ്രദറിൻ്റെ ബർത്ത്ഡേ ആണോ ചോദിക്കും. അപ്പോൾ പറയും, നീ അത് അറിഞ്ഞില്ലേ, എന്ത് പറ്റി ചോദിച്ചു. പറയും, ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാന്നൊക്കെ പറയും. അങ്ങനെ അവൻ ഹോട്ടലിൽ ബർത്ത്ഡേ പാർട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പെട്ടെന്ന് ഫ്രണ്ടിൻ്റെ കയ്യിലൊരു, ഫ്രണ്ടല്ല ആ റൂംമേറ്റിൻ്റെ കയ്യിലൊരു പെൻ കാണും. അപ്പോൾ പെൻ കാണുമ്പോൾ ഇത് എവിടെ നിന്നൊക്കെ ചോദിക്കും. പറയും, എത്ര രൂപയായി അവനെന്ന് പറയും. അപ്പോൾ അവൻ്റെ കയ്യിൽ രൂപ വെച്ചിട്ട് അത് വാങ്ങിച്ചു കൊണ്ടുവരികയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ രാത്രി പാർട്ടി നടക്കുന്ന ഹോട്ടലിൽ എത്തുമ്പോഴത്തേക്കും ബേലുവിൻ്റെ കൂടെ ഒരാളും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഭയങ്കര ക്ലോസ് ആണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവൻ പുറത്ത് അവൻ്റെ ബർത്ത്ഡേ കാർഡൊക്കെ എഴുതിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ് പറയുന്നത് കേൾക്കാറുണ്ട്, ഓ എത്ര നാളായി നമ്മുടെ ബേലുവിനെ ഇങ്ങനെ സന്തോഷത്തിൽ കണ്ടിട്ട്, വാക്സിൻ തിരിച്ചു വന്നപ്പോഴാണല്ലോ ഒത്തിരി സന്തോഷമായെന്നൊക്കെ പറയും. അപ്പോൾ അവൻ ഉള്ളിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും അവർ പെട്ടെന്ന് അവനെ കാണുന്നുണ്ട്, ലുഫാനെ. ഏത് ലുഫാനല്ലേ ചോദിക്കുമ്പോഴത്തേക്കും അവനോടൊന്ന് വേഗം ഓടുന്നുണ്ട്, കാരണം അവന് മനസ്സിലായി സിറ്റുവേഷൻ ശരിയല്ല എന്ന്. അങ്ങനെ അവൻ വീട്ടിലെത്തുവാണ്. വീട്ടിൽ അവൻ റൂമിലിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേ നമ്മുടെ ബേലു വരികയാണ്. ബേലു ഭയങ്കര ഡ്രങ്കാണ്. എന്നിട്ട് അവൻ വന്നിട്ട് പെട്ടെന്ന് അവനെ ജസ്റ്റ് ആ ഒരു ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലുഫാൻ പറയുന്നുണ്ട്, നോക്ക് മുകളിൽ ലുക്സിനും അങ്കിൾ ഒക്കെ ഉണ്ടെന്ന് പറയും. അപ്പോൾ അവൻ പറയും, നിനക്ക് പേടിയാണോ, എങ്കിൽ മിണ്ടാതിരിക്കാൻ പറയും. അങ്ങനെ വീണ്ടും ശരിക്കും പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ലുഫാനെ ശരിക്കും യൂസ് ചെയ്യുന്ന പോലെ. പക്ഷെ തിരിച്ചും നമുക്കങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമ്മുടെ പക്ഷേ ബേലു പെട്ടെന്ന് ആ ഡ്രങ്കിൽ വീഴും. അവനൊന്നും ചെയ്യില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലുഫാൻ പെട്ടെന്ന് ബേലുവിനെ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. അങ്ങനെ ആ പെന്നും അവിടെ ഗിഫ്റ്റായിട്ട് തന്നെ വെച്ചിട്ട് ഒരു കിസ്സും കൊടുത്തിട്ട് അവൻ പോരുകയാണ്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. പക്ഷെ ആലോചിക്കണം കേട്ടോ, എന്തുകൊണ്ടാണെന്നറിയില്ല ബേലു ഇങ്ങനെ ലുഫാനെ അവോയ്ഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിനി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ നമ്മുടെ സിയാങ് ലുഫാനെയും കൊണ്ടിട്ട് ഒരു ഹോട്ടലിലേക്ക് വരികയാണ്. അവിടെ ബേലു മാത്രമല്ല, നമ്മുടെ വേക്സിയും കൊണ്ട്. അപ്പോൾ അവർ വേക്സിൻ പുതിയ കോഫി പൗഡറൊക്കെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്യുകയാണ് അവിടെ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട്. അപ്പോൾ ലുഫാൻ ബേലു ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ഈ കോഫി അഡിക്ഷൻ ഉണ്ടല്ലേ ചോദിക്കുമ്പോൾ വെക്സിൻ പറയുന്നുണ്ട്, കോഫി അഡിക്ഷൻ മാത്രമല്ല, എനിക്ക് നീയും അഡിക്ഷനാന്ന് പറയും. അപ്പോഴത്തേക്കും നമ്മുടെ ലുഫാൻ ഇതൊന്നും ഇഷ്ടമാവില്ല. ലുഫാൻ പെട്ടെന്ന് കാപ്പി കുടിക്കുമ്പോഴത്തേക്കും പൊള്ളുന്നുണ്ട്, അവന് ഇഷ്ടമാവുന്നില്ല ആ ഷുഗർ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ബേലു പറയുന്നുണ്ട് ഒരു ക്യാപ്പച്ചീനോ. അപ്പോൾ വെക്സിൻ കളിയാക്കുന്നുണ്ട്, അത് പെൺകുട്ടികൾക്കുള്ളതല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് പെട്ടെന്ന് പറയും, ഓ ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ വേക്സിൻ ലുഫാനുമായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ലുഫാൻ വളരെ ഹംബിളായിട്ട് തന്നെ അവന് കൈ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ലുഫാൻ്റെ മുഖത്തെ ജലസി ശരിക്കും അറിയുന്നുണ്ട്. അവൻ ബാത്റൂമിൽ പോയിട്ട് മുഖം കഴുകിയിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കിക്കാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ ഡിന്നറിന് അവർ കയറുമ്പോഴത്തേക്കും നമ്മുടെ വേക്സിനെ ഓവർകം ചെയ്തുകൊണ്ട് നമ്മുടെ ലുഫാൻ അവിടെ വന്ന് നേരെ നമ്മുടെ ബേലുവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അതെല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴായാലും എല്ലാം എടുത്ത് കൊടുക്കുകയാണ് ബേലുവിന് വേണ്ടിയിട്ട്. അപ്പോൾ സിയാൻ പറയുന്നുണ്ട്, അവനെല്ലാം എടുത്ത് കഴിക്കാൻ അറിയാം, നീ അവിടെ ഇരിക്കുകയെന്ന് പറയും. അങ്ങനെ നമ്മുടെ സിയാങ്ങാണ് ലുഫാനെ കാറിൽ കൊണ്ടുപോകുന്നത്. അവൻ ബേലുവിനെ വെയിറ്റ് ചെയ്യുമ്പോൾ അവന് ബേലു വരുന്നില്ല. അങ്ങനെ കാറിൽ കയറുമ്പോഴത്തേക്ക് സിയാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്യുന്നത്, നിനക്കറിയില്ലേ ഗെയ്സ് എൻ്റെ ലൈഫ് എന്താണെന്നുള്ളത്. ഇന്ന് ചിലപ്പോൾ ഒരാളോട് ചിലപ്പോൾ ഭയങ്കര ഇൻറ്റിമസി ആയിരിക്കും, പക്ഷെ പിറ്റേ
അത് ചിലപ്പോൾ വേറെ ആളോടായിരിക്കാം. നീ പക്ഷെ എന്താണ് ചെയ്യുന്നത്? നീ അവനെ ഇങ്ങനെ കുറേ നേരത്തേക്ക് അവനോട് ഭയങ്കര ഹമ്പിളായിരിക്കും. പിന്നെ നീ എന്തോ അവനില്ലാതെ ജീവിക്കാൻ പറ്റാത്ത പോലെ കാണിക്കും. പക്ഷെ ഇതൊന്നും നടക്കില്ല. നിൻ്റെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ ചോദിക്കും. അപ്പോൾ അവനെല്ലാം തലയാട്ടും പറയും, നിനക്ക് നിൻ്റെ സ്ഥാനം അറിയാമെന്നുള്ളതാണ് ബേലു മനസ്സിലാക്കിയിരിക്കുന്നത്, അത് നീ മറക്കരുതെന്ന് പറയും. അതായത് അവൻ അവൻ്റെ സ്ഥാനം മനസ്സിലാക്കാതെ അവൻ അവിടെ കുറേ എന്തൊക്കെയോ ബിഹേവ് ചെയ്തു എന്നുള്ളൊരു ഹിൻ്റാണ് സിയാങ് കൊടുക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ലുഫാൻ ബേലു വന്നു എന്ന് കരുതിയിട്ട് വേഗം ബ്രോ വന്നോ, ഞാൻ സൂപ്പ് എടുക്കട്ടെ ചോദിക്കുമ്പോഴത്തേക്കും ബേലുവിൻ്റെ കൂടെ വെക്സിനെ കാണുകയാണ്. അപ്പോൾ വെക്സിനെ കാണുമ്പോഴത്തേക്കും അവൻ്റെ ലുഫാൻ്റെ മുഖം പോകുന്നുണ്ട്. അപ്പോൾ വെക്സിനെ ചോദിക്കുന്നുണ്ട്, ഓ എന്തായാലും ഞാൻ കുറച്ച് ദിവസം ബേലുവിൻ്റെ കൂടെയുണ്ട്, ലുഫാൻ നീ എന്തായാലും ഒന്ന് പുറത്തേക്ക് പോകേണ്ടി വരും കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ലുഫാൻ്റെ മുഖത്ത് ആ വിഷമം ശരിക്കും കാണാനുണ്ട്. അവൻ വെക്സിനെയും ബേലുവിനെയും മാറി മാറി നോക്കുന്നതാണ് നമ്മൾ. അതോടുകൂടി എപ്പിസോഡ് 4 ഇവിടെ അവസാനിക്കുകയാണ്. കുറച്ച് ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ ഒരു എപ്പിസോഡ്. സോ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്ത് മെസ്സേജസ് ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. സോ ബൈ.